നമ്മുടെ റമദാൻ സീരീസിലെ ഇന്നത്തെ ഐറ്റം ഒരു കിഡിലൻ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുക്കുക. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഗീയും അതുപോലെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നിങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ വെറും ഗീയിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അപ്പോൾ അത് ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് 5-6 തുള്ളി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഷുഗർ സിറപ്പിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡില്ലേ അതിങ്ങനെ നല്ലപോലെ തന്നെ എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലോട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പുഡിംഗ് ട്രേയിൽ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പാൽപ്പൊടിക്ക് ഇപ്പോൾ 10 രൂപൻ്റെ പാക്കറ്റൊക്കെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു 2 പാക്കറ്റൊക്കെ മതിയാവും. പാൽപ്പൊടി ഇല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ കസ്റ്റേർഡ് പൗഡർ കലക്കിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് കുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടും. പക്ഷേ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് പെട്ടെന്ന് റെഡി ആവുമല്ലോ. ഇനി ഇതിൽ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല ടേസ്റ്റുള്ള ഷായിത്തുക്കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.